മാർക്ക് ഏകീകരണത്തിലെ വിദഗ്ധ സമിതി ശുപാർശ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മറികടന്നു എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മാർക്ക് ഏകീകരണ ഫോർമുല നടപ്പാക്കിയത് ഈ റിപ്പോർട്ട് മറികടന്നാണ്. ഇക്കൊല്ലം പുതിയ ഫോർമുല നടപ്പാക്കുന്നത് ഉചിതമല്ല എന്നായിരുന്നു വിദഗ്ധ സമിതി നൽകിയ ശുപാർശ. MG പ്രതീഷ് വിശദാംശങ്ങൾ നൽകും. പ്രതീഷ്, വിദഗ്ധ സമിതിയുടെ ശുപാർശ എന്തായിരുന്നു? അത് അടുത്ത വർഷങ്ങളിലേക്കുള്ളതായിരുന്നോ ആ ശുപാർശ? വിജയകുമാർ, കീം ഫലം പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ ഫോർമുല പരിഷ്കരിക്കാൻ സർക്കാർ തന്നെയാണ് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചത്. ഈ സമിതിയുടെ ഒരു നിർദ്ദേശം സർക്കാരിന് കൈമാറുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഈ സമിതിയുടെ ശുപാർശ മറികടന്നുകൊണ്ടാണ് ഈ വർഷം തന്നെ ഈ ഫോർമുല പരിഷ്കരിക്കാൻ സർക്കാർ തീരുമാനിച്ചത് എന്നതാണ്. ഈ വിദഗ്ധ സമിതി ഫോർമുല പരിഷ്കരിക്കാൻ സർക്കാരിന് ശുപാർശ നൽകിയിരുന്നുവെങ്കിലും അത് ഇക്കൊല്ലം നടപ്പാക്കുന്നത് ഉചിതമല്ല എന്നതായിരുന്നു വിദഗ്ധ സമിതി സർക്കാരിന് നൽകിയ ശുപാർശ. പക്ഷേ ആ ശുപാർശ മറികടന്നുകൊണ്ടാണ് ഈ പുതിയ മാർക്ക് ഏകീകരണ ഫോർമുല സർക്കാർ ഈ വർഷം നടപ്പാക്കിയത്. അതാണ് അടിമുടി വിവാദത്തിലാവുന്ന സാഹചര്യവും ഉണ്ടായത്. കാരണം കൂടുതൽ വിശദമായ പഠനം നടത്തിയിട്ട് വേണം പുതിയ ഫോർമുല നടപ്പിലാക്കാൻ എന്നതായിരുന്നു വിദഗ്ധ സമിതി സർക്കാരിന് ശുപാർശ നൽകിയിരുന്നത്. പക്ഷേ അത് മറികടന്നുകൊണ്ട് ഈ വർഷം തന്നെ പുതിയ മാർക്ക് ഏകീകരണം നടത്താനുള്ള നടപടികളുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോയി. അതാണ് വലിയ തരത്തിൽ പ്രതിസന്ധിയിലും അല്ലെങ്കിൽ തിരിച്ചടിയും നേരിടേണ്ടതായി വന്നത്. കാരണം കൃത്യമായൊരു പഠനം ഈ വിഷയത്തിൽ നടത്തിയില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം ആദ്യ ഘട്ടത്തിൽ തന്നെ കോടതിയിൽ പോയപ്പോൾ സർക്കാരിന് തിരിച്ചടിയാണ് നേരിട്ടത്. സിംഗിൾ ബെഞ്ച് തന്നെ ഇത് റദ്ദാക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ഇതിൽ സർക്കാർ കൃത്യമായൊരു പഠനം നടത്തിയില്ല. എടുത്തുചാടി ഈ വിദഗ്ധ സമിതിയുടെ ശുപാർശ മറികടന്നുകൊണ്ട് ഈ പുതിയ മാർക്ക് ഏകീകരണവുമായി മുന്നോട്ട് പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇത്തരത്തിൽ വെയിറ്റേജ് മാർക്കിൽ മാറ്റം വരുത്തുന്നതാണ് സർക്കാരിനെ സംബന്ധിച്ച് തിരിച്ചടിയായത്. അത് വിദഗ്ധ സമിതിയുടെ ശുപാർശ ഉൾപ്പെടെ മറികടന്നുകൊണ്ടാണ് എന്നതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വിജയകുമാർ, അതായത് ഏകീകരണം ഇത്തവണ നടപ്പാക്കരുത് എന്നായിരുന്നു ആ ശുപാർശ. അതിൽ കൂടുതൽ പഠനം വേണം, പഠനം തീരുന്നത് വരെ പഴയ ഫോർമുല തുടരണം എന്നായിരുന്നു റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. അത് അവഗണിക്കപ്പെട്ടു, അത് നിരാകരിക്കപ്പെട്ടു എന്നാണ് ഈ പുതിയ വിവരങ്ങൾ വരുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ പ്രതിസന്ധി അപ്പോൾ അങ്ങനെ ഉണ്ടായതല്ല, അത് ഈ പറയുന്ന തീരുമാനം നടപ്പാക്കിയതിനെ തുടർന്ന് സംഭവിച്ചതാണ്. അത് ആ വിദഗ്ധ സമിതി റിപ്പോർട്ട് നടപ്പാക്കിയിരുന്നെങ്കിൽ, അത് പാലിച്ചിരുന്നെങ്കിൽ ഈ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ നൽകുന്ന ഈ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിൻ്റെയും മറ്റു വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും വിശദമായ പഠനം ആവശ്യമുള്ള കാര്യമാണ്. അതിനുശേഷം മതി ഈ പുതിയ രീതി എന്നത് ആ ശുപാർശയിൽ തന്നെ പറഞ്ഞിരുന്നു. അത് തിടുക്കത്തിൽ നടപ്പാക്കി എന്നതാണ് ഈ അപകടാവസ്ഥയ്ക്ക് കാരണം എന്ന് ചുരുക്കത്തിൽ നമുക്ക് വിലയിരുത്താം. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.